ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ നന്ദന കണ്ണു തുറന്നു. പ്രസവവേദന കഴിഞ്ഞ് ആദ്യമായി തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കാൻ അവൾ കൈനീട്ടി. പക്ഷേ കുഞ്ഞിനെ അവളുടെ കൈകളിലേക്ക് കൊടുക്കുന്നതിന് പകരം ഭർത്താവിൻ്റെ അമ്മ കുഞ്ഞിനെ മുറുകെ ചേർത്ത് പിടിച്ചു. ഇപ്പോൾ കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാം, നീ വിശ്രമിക്ക്. അമ്മേ, എനിക്കവന് പാല് കൊടുക്കണം. നന്ദനയുടെ ആ വാക്കിന് കിട്ടിയ മറുപടി കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതിലും വേദനിപ്പിച്ചത് അവളുടെ ഭർത്താവ് എല്ലാം കണ്ടിട്ടും അമ്മയുടെ ഭാഗത്ത് നിന്നതാണ്. അന്ന് നന്ദന അറിഞ്ഞില്ല, സ്വന്തം കുഞ്ഞിനെ കാണാൻ പോലും തനിക്കൊരിക്കൽ ഈ വീട്ടിൽ അനുവാദം ചോദിക്കേണ്ടി വരുമെന്ന്. നന്ദനെ മോളെ, ഇതൊന്നിവിടെ വെച്ചോളൂ. വിവാഹം കഴിഞ്ഞ് ആദ്യമായി ആ വീട്ടിലേക്ക് കയറിയ നന്ദനയെ സരോജ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ അമ്മയുടെ മുഖത്ത് നിറഞ്ഞു നിന്നത് സന്തോഷമായിരുന്നു. ഇനി നീ ഇവിടെ മരുമകളല്ല, എൻ്റെ മകളാണ്. സരോജയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ എനിക്ക് സ്വന്തം അമ്മയെപ്പോലെ തന്നെ നിങ്ങളെ കാണണം. അത് നീ പറയേണ്ട കാര്യമില്ല മോളെ. ഈ വീട്ടിൽ നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. അന്നു മുതൽ നന്ദന ആ വീട്ടിലെ ഓരോരുത്തരോടും സ്നേഹത്തോടെ പെരുമാറി. അരുണിൻ്റെ അച്ഛൻ രാഘവൻ രാവിലെ മരുന്ന് കഴിച്ചോ എന്ന് നോക്കുന്നത് പോലും അവളായിരുന്നു. അടുക്കളയിൽ സരോജയെ സഹായിക്കും. അരുണിന് ഓഫീസിലേക്ക് പോകുമ്പോൾ ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുക്കും. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീട്ടിലെ എല്ലാവർക്കും നന്ദനയോട് വലിയ ഇഷ്ടമായി. പക്ഷേ ഏറ്റവും സന്തോഷിച്ചത് സരോജയായിരുന്നു. എൻ്റെ മകന് ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. അവൾ ബന്ധുക്കളോടൊക്കെ അഭിമാനത്തോടെ പറയുമായിരുന്നു. അരുൺ ചിരിച്ചുകൊണ്ട് പറയും, അമ്മയ്ക്ക് മരുമകളേക്കാൾ മകളെ കിട്ടിയ സന്തോഷമാണ്. അത് കേട്ട് നന്ദനയ്ക്കും വലിയ സന്തോഷം. അമ്മേ, ഞാനിവിടെ വന്നതുകൊണ്ടാണോ അമ്മയ്ക്ക് ഇത്രയും സന്തോഷം? നീ വന്നതുകൊണ്ട് മാത്രമല്ല മോളെ, നീ ഞങ്ങളെ സ്വന്തം അച്ഛനമ്മമാരായി കാണുന്നത് കൊണ്ടാണ്. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോയി. ഒരു ദിവസം രാവിലെ നന്ദന അടുക്കളയിൽ സരോജിയെ സഹായിക്കുമ്പോൾ പെട്ടെന്ന് തലചുറ്റി. മോളെ, എന്തു പറ്റി? ഒന്നുമില്ലമ്മേ, കുറച്ച് ക്ഷീണം തോന്നുന്നു. സരോജ അവളെ പിടിച്ച് കസേരയിലിരുത്തി. നീ ഇവിടെ ഇരിക്ക്, ഞാൻ ചെയ്യാം. അമ്മേ, എനിക്കൊന്നുമില്ല, പറയുന്നത് കേൾക്ക്. സരോജ അവൾക്ക് വെള്ളം കൊടുത്തു. അന്ന് വൈകുന്നേരം അരുൺ വീട്ടിലെത്തിയപ്പോൾ സരോജ തന്നെയാണ് കാര്യം പറഞ്ഞത്. അരുൺ, നാളെ നന്ദനയെ ഡോക്ടറെ കാണിക്കണം. എന്തിന്? സരോജ ചിരിച്ചു. എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിലൊരു പുതിയ അതിഥി വരാൻ പോകുന്നുണ്ട്. അരുൺ ഒരു നിമിഷം അമ്മയെ നോക്കി. അടുത്ത ദിവസം പരിശോധന കഴിഞ്ഞ് ഡോക്ടർ സന്തോഷത്തോടെ പറഞ്ഞു, കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ അമ്മയാകാൻ പോകുകയാണ്. അരുണിൻ്റെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. പക്ഷേ നന്ദനയേക്കാൾ കൂടുതൽ സന്തോഷിച്ചത് സരോജയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയ ഉടൻ അവൾ ബന്ധുക്കളെ വിളിച്ചു തുടങ്ങി. എനിക്ക് കൊച്ചുമകൻ വരാൻ പോകുന്നു. നന്ദന അമ്മയെ നോക്കി. അമ്മേ, കൊച്ചുമകൻ തന്നെയാണെന്ന് എങ്ങനെ ഉറപ്പിച്ചു? സരോജ ചിരിച്ചു. എനിക്ക് തോന്നുന്നു. പെൺകുഞ്ഞായാലോ? ആയാലും എനിക്ക് അത്ര തന്നെ സന്തോഷം. അവൾ നന്ദനയുടെ തലയിൽ കൈവച്ചു. ആരായാലും എൻ്റെ കുഞ്ഞാണ്. അന്ന് ആ വാക്കിൽ ഒരു അമ്മൂമ്മയുടെ സ്നേഹം മാത്രമായിരുന്നു. ആ സ്നേഹം പിന്നീട് എത്ര കാലം മാറുമെന്ന് നന്ദനയ്ക്കോ അരുണിനോ അന്ന് അറിയില്ലായിരുന്നു. നന്ദനയുടെ ഗർഭകാലം ആ വീട്ടിലെ എല്ലാവരുടെയും സന്തോഷമായി മാറി. രാവിലെ എഴുന്നേറ്റാൽ സരോജയുടെ ആദ്യത്തെ ചോദ്യം തന്നെ, മോളെ, ഇന്നലെ നന്നായി ഉറങ്ങിയോ? അസ്വസ്ഥതയൊന്നുമില്ലല്ലോ? ഇല്ലെന്ന് പറഞ്ഞാലും എന്നാലും നീ ഒന്നും ചെയ്യണ്ട, പതുക്കെ നടന്നാൽ മതി. അമ്മേ, ഞാൻ ഗർഭിണിയാണ്, രോഗിയൊന്നുമല്ല. നിനക്കൊന്നും സംഭവിക്കണ്ട, അത്രയേ ഉള്ളൂ. സരോജയുടെ ആ കരുതൽ നന്ദനയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അരുൺ ഓഫീസിൽ നിന്ന് വരുമ്പോഴും ആദ്യം ചോദിക്കുന്നത് നന്ദനയുടെ കാര്യം തന്നെയായിരിക്കും. മാസങ്ങൾ കടന്നുപോയി. വയറ് വലുതാകുന്നതിനൊപ്പം സരോജയുടെ സ്വപ്നങ്ങളും വലുതായി. കുഞ്ഞിന് എന്ത് പേരിടണം, എന്തൊക്കെ വാങ്ങണം, ഏത് മുറിയിലാണ് കുഞ്ഞിനെ കിടത്തേണ്ടത് എന്നൊക്കെ അവൾ ആലോചിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൾ കുഞ്ഞിനായി ചെറിയൊരു തൊട്ടിൽ വാങ്ങി വീട്ടിലെത്തിച്ചു. നന്ദന അത് കണ്ടപ്പോൾ അതിശയിച്ചു. അമ്മേ, ഇത്ര നേരത്തെ വാങ്ങിയോ? എന്താ, കുഞ്ഞ് ജനിച്ചിട്ട് വാങ്ങിയാൽ മതിയോ? പക്ഷേ കുഞ്ഞിന് വേറെ എത്ര സാധനങ്ങൾ വേണമെന്നറിയില്ലല്ലോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നന്ദന ചിരിച്ചു. അമ്മയ്ക്കിപ്പോഴേ കുഞ്ഞിനോട് ഇത്ര സ്നേഹമാണോ? സരോജ തൊട്ടിലിൽ കൈവച്ചു. നീ പ്രസവിക്കാൻ പോകുന്നത് എൻ്റെ കൊച്ചുമകനെയല്ലേ മോളെ? അവൾ ഒരു നിമിഷം നിശബ്ദയായി. ജനിച്ചാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. നന്ദന ആ വാക്കുകൾ കേട്ട് പുഞ്ചിരിച്ചു. പക്ഷേ അന്ന് സരോജ പറഞ്ഞ മറ്റൊരു വാക്ക് അവൾ ശ്രദ്ധിച്ചില്ല. നീ പ്രസവിച്ചിട്ട് കുറച്ച് ദിവസം വിശ്രമിക്കണം. കുഞ്ഞിനെ നോക്കുന്നതൊക്കെ ഞാൻ ചെയ്തോളാം. അത് വേണ്ട അമ്മേ, കുഞ്ഞിനെ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. നന്ദന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒക്കെ അപ്പോൾ നോക്കാം. കാലം പിന്നെയും മുന്നോട്ട് പോയി. പ്രസവത്തിനുള്ള തീയതി അടുത്തു. നന്ദനയെ സ്നേഹം കൊണ്ട് തന്നെ
സ്വന്തം വീട്ടിലേക്ക് പോലും പ്രസവത്തിന് അവർ വിട്ടിരുന്നില്ല. അവസാനം ഒരു രാത്രി നന്ദനയ്ക്ക് പ്രസവവേദന തുടങ്ങി. അമ്മേ, അവളുടെ ശബ്ദം കേട്ട് സരോജ ഓടിയെത്തി. അരുൺ ഉടൻ തന്നെ കാറെടുത്തു. അച്ഛനും അമ്മയും കൂടി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. ആശുപത്രിയിലെത്തിയപ്പോൾ നന്ദനയെ അകത്തേക്ക് കൊണ്ടുപോയി. അരുൺ പുറത്ത് കാത്തുനിന്നു. സരോജയുടെ ചുണ്ടിൽ പ്രാർത്ഥനയായിരുന്നു. ദൈവമേ, എൻ്റെ മോളെയും കുഞ്ഞിനെയും കാത്തോളണേ. മണിക്കൂറുകൾ കഴിഞ്ഞു. അവസാനം അകത്തു നിന്നൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. അരുൺ എഴുന്നേറ്റു. സരോജയുടെ കണ്ണുകൾ നിറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം നഴ്സ് പുറത്തേക്ക് വന്നു. അമ്മയ്ക്കും കുഞ്ഞിനും സുഖമാണ്. അരുൺ ആശ്വാസത്തോടെ കണ്ണടച്ചു. സരോജയുടെ മുഖത്ത് ഈ ഒരു സന്തോഷം. ആൺകുഞ്ഞാണോ? നഴ്സ് ചിരിച്ചു. അതെ. സരോജയുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. കൊച്ചുമകൻ. അവൾ അറിയാതെ തന്നെ ആ വാക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു. അകത്ത് നന്ദന ക്ഷീണിച്ചു കിടക്കുകയാണ്. അവളുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രം, എൻ്റെ കുഞ്ഞിനെ ഒന്ന് നെഞ്ചോട് ചേർക്കണം. കുറച്ചു കഴിഞ്ഞ് നഴ്സ് കുഞ്ഞിനെ അവളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിറയുന്ന കൈകളാൽ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. എൻ്റെ മോനെ. ആ നിമിഷം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. പക്ഷേ വാതിലിനരികിൽ നിന്ന സരോജ ആ കാഴ്ച നോക്കുകയാണ്. അവളുടെ കണ്ണുകളിലും സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ ആ സന്തോഷത്തോടൊപ്പം ഇനി ഈ കുഞ്ഞ് എൻ്റെ കൈകളിൽ വളരണം എന്നൊരു ആഗ്രഹവും അവളുടെ മനസ്സിൽ പതുക്കെ വേരുറപ്പിക്കുകയായിരുന്നു. പ്രസവം കഴിഞ്ഞ് 2 ദിവസം ആശുപത്രിയിൽ തന്നെ കഴിഞ്ഞു. നന്ദനയ്ക്ക് ശരീരം മുഴുവൻ വേദനയായിരുന്നു. പക്ഷേ കുഞ്ഞിൻ്റെ ചെറിയൊരു കരച്ചിൽ കേൾക്കുമ്പോഴൊക്കെ അവൾ എഴുന്നേൽക്കാൻ ശ്രമിക്കും. മോളെ, നീ കിടക്ക്, കുഞ്ഞിനെ ഞാൻ എടുത്തോളാം. സരോജ ഓടിയെത്തി കുഞ്ഞിനെ എടുത്തു. എനിക്ക് അവനെ ഒന്ന് പിടിച്ചാൽ മതി, നീ ഇപ്പോൾ വിശ്രമിക്കണം. കുഞ്ഞിനെ നോക്കാൻ ഞാനില്ലേ? സരോജ സ്നേഹത്തോടെ പറഞ്ഞതായിരുന്നു. നന്ദന ഒന്നും പറഞ്ഞില്ല. അവൾക്കറിയാമായിരുന്നു അമ്മയ്ക്ക് കൊച്ചുമകനോട് വലിയ സ്നേഹമാണ്. പക്ഷേ അടുത്ത ദിവസം രാവിലെ നഴ്സ് വന്നപ്പോൾ നന്ദന കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കാൻ കൈനീട്ടി. കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള സമയമായി. നന്ദന കുഞ്ഞിനെ എടുക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും സരോജ ഓടി വന്നു പറഞ്ഞു, നഴ്സേ, കുറച്ചു കഴിഞ്ഞു കൊടുത്താൽ പോരെ? കുഞ്ഞിപ്പോൾ നല്ല ഉറക്കത്തിലാണ്. നഴ്സ് സരോജയെ നോക്കി. കുഞ്ഞിന് അമ്മയുടെ പാൽ കൊടുക്കേണ്ട സമയമാണെങ്കിൽ വൈകിക്കേണ്ടതില്ല. സരോജ ഒന്നും പറഞ്ഞില്ല. നന്ദന കുഞ്ഞിനെ തൻ്റെ കൈകളിലേക്ക് വാങ്ങി. ആ നിമിഷം അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷം സരോജ ശ്രദ്ധിച്ചു. അത് കണ്ടപ്പോൾ അവളുടെ മുഖത്തൊരു ചെറിയ അസ്വസ്ഥത. അരുൺ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദന അവനെ നോക്കി ചിരിച്ചു. അരുണേട്ടാ, നമ്മുടെ മോനെ നോക്കൂ. അരുൺ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. നമ്മുടെ മോൻ. അവൾ പറഞ്ഞ ആ വാക്ക് സരോജ കേട്ടു. അവൾ ഉടൻ പറഞ്ഞു, എൻ്റെ കൊച്ചുമോനും. എല്ലാവരും ചിരിച്ചു. ആ ചെറിയ വാക്കിൽ അന്ന് ആരും ഒന്നും ശ്രദ്ധിച്ചില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ദിവസം തന്നെ സരോജ കുഞ്ഞിനെ മുറിയിൽ കിടത്തി. നന്ദന പതുക്കെ ചോദിച്ചു, അമ്മേ, അവനെ എൻ്റെ മുറിയിൽ കിടത്താമോ? ഇന്നിവിടെ കിടക്കട്ടെ മോളെ, നീയും കുറച്ച് ഉറങ്ങണം. പക്ഷേ രാത്രി അവന് പാൽ വേണമല്ലോ. വിശക്കുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. നന്ദന ഒന്നും പറഞ്ഞില്ല. രാത്രിയിൽ കുഞ്ഞു കരഞ്ഞു. നന്ദന എഴുന്നേറ്റ് വാതിൽ തുറക്കുമ്പോഴേക്കും സരോജ കുഞ്ഞിനെ എടുത്തിരുന്നു. അമ്മേ, എനിക്ക് തരൂ. നീ കിടക്കുമോളെ, ഞാൻ നോക്കിക്കോളാം. അമ്മ, അവന് പാല് കൊടുക്കണം. സരോജ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. അവൻ ഇപ്പോൾ കരയുന്നത് പാലിന് വേണ്ടിയല്ല, ഉറക്കം പോയത് കൊണ്ടാണ്. നന്ദന കുഞ്ഞിനെ നോക്കി. അവളുടെ മനസ്സിൽ എന്തോ വല്ലാത്ത വേദന പോലെ. അമ്മേ, കുഞ്ഞിന് പാൽ കൊടുക്കേണ്ട സമയം എനിക്കറിയാം. സരോജയുടെ മുഖം മാറി. ഞാനും ഒരിക്കൽ അമ്മയായിട്ടുണ്ട് മോളെ, എനിക്കും അറിയാം. അപ്പോഴേക്കും അരുൺ ഉണർന്ന് പുറത്തു വന്നു. എന്താ ഇവിടെ? സരോജ ഉടൻ പറഞ്ഞു, ഒന്നുമില്ല മോനെ, നന്ദനയ്ക്ക് കുഞ്ഞിനെക്കുറിച്ച് പേടിയാണ്. അരുൺ ഭാര്യയെ നോക്കി. നീ കിടക്ക് നന്ദന, അമ്മ നോക്കിക്കോളും. നന്ദന ഒന്നും പറഞ്ഞില്ല. അവൾ തിരികെ മുറിയിലേക്ക് നടന്നു. പക്ഷേ അവൾക്ക് അന്ന് രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല. സ്വന്തം കുഞ്ഞ് അടുത്ത മുറിയിൽ കിടക്കുമ്പോൾ അവനെ എടുത്തു ചേർക്കാൻ പോലും തനിക്ക് മറ്റൊരാളുടെ അനുവാദം വേണമെന്ന തോന്നൽ ആദ്യമായി അവളുടെ മനസ്സിലുണ്ടായി. പിറ്റേന്ന് രാവിലെ അവൾ അരുണിനോട് സംസാരിച്ചു. അരുണേട്ടാ, കുഞ്ഞിനെക്കുറിച്ച് അമ്മയോട് ഞാൻ ഒന്ന് പറയുമ്പോഴും അമ്മയ്ക്ക് ഞാൻ എതിര് പറയുന്നത് പോലെയാണ് തോന്നുന്നത്. അമ്മയ്ക്ക് കുഞ്ഞിനോട് വലിയ സ്നേഹമാണ്. അതെനിക്കും അറിയാം. പിന്നെ നന്ദന കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പക്ഷേ അവൻ്റെ അമ്മ ഞാനല്ലേ? അരുൺ അവളെ നോക്കി. നീ അമ്മ തന്നെയാണ്. അപ്പോൾ അവന് പാല് കൊടുക്കേണ്ട സമയത്ത്, അവനെ എടുക്കേണ്ട സമയത്ത് ഞാൻ എന്തിനാണ് കാത്തിരിക്കേണ്ടത്? അരുൺ മറുപടി പറയുന്നതിന് മുമ്പ് പുറത്തുനിന്ന് സരോജയുടെ ശബ്ദം കേട്ടു. അരുൺ, മോൻ എഴുന്നേറ്റു. അരുൺ ഉടൻ പുറത്തേക്ക് പോയി. നന്ദനയും പിന്നാലെ ചെന്നു. സരോജ കുഞ്ഞിനെ എടുത്തു നിൽക്കുകയാണ്. നന്ദന കൈനീട്ടി. അമ്മേ, എനിക്ക് തരൂ. സരോജ കുഞ്ഞിനെ വിട്ടില്ല. ഇന്ന് നീ കുറച്ച് വിശ്രമിക്ക്, കുഞ്ഞിനെ ഞാൻ നോക്കാം. ഇത്തവണ നന്ദന ശാന്തമായി പറഞ്ഞു. അമ്മേ, വിശ്രമിക്കാം, പക്ഷേ എൻ്റെ കുഞ്ഞിനെ നോക്കാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെടുത്തരുത്. മുറിയിൽ പെട്ടെന്ന് നിശബ്ദതയായി. സരോജ ആദ്യമായി മരുമകളെ വേറൊരു രീതിയിൽ നോക്കി. അരുൺ, അവൻ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് തീരുമാനിക്കേണ്ട നിമിഷമായിരുന്നു അത്. അരുണിന് എന്തു പറയണമെന്ന് ഒരു നിമിഷം മനസ്സിലായില്ല. അവൻ ആദ്യം അമ്മയെ നോക്കി, പിന്നെ നന്ദനയെ. സരോജ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും
തെറ്റ് ചെയ്തോ മോനെ? അവൾക്ക് വിശ്രമം വേണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? നന്ദന ഒന്നും പറഞ്ഞില്ല. അരുൺ പതുക്കെ പറഞ്ഞു, നന്ദനെ, അമ്മ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. ആ വാക്ക് കേട്ടപ്പോൾ നന്ദനയുടെ മുഖം മങ്ങി. സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് അറിയാം അരുണേട്ടാ. അവൾ കുഞ്ഞിനെ നോക്കി. പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നോക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്നേഹം എനിക്ക് വേദനയാണ്. സരോജയുടെ മുഖം കടുത്തു. അപ്പോൾ ഇനി ഞാൻ കുഞ്ഞിനെ തൊടേണ്ടതില്ലേ? അമ്മേ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പിന്നെ എന്താണ് നീ പറയുന്നത്? നന്ദന ശാന്തമായി മറുപടി പറഞ്ഞു. അമ്മൂമ്മയായി അവനെ സ്നേഹിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവൻ്റെ അമ്മയായുള്ള എൻ്റെ സ്ഥാനവും എനിക്ക് വേണം. അരുൺ ഇടയിൽ പറഞ്ഞു. അമ്മേ, നന്ദന പറഞ്ഞതിൽ തെറ്റില്ല. നീയും അവളുടെ ഭാഗത്താണോ? അമ്മയുടെ ഭാഗത്തും തന്നെയാണ്. പക്ഷേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നന്ദനയ്ക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ആ വാക്കുകൾ സരോജയെ വേദനിപ്പിച്ചു. ശരി, ഇനി മുതൽ ഞാൻ ഒന്നിലും ഇടപെടുന്നില്ല. അവൾ കുഞ്ഞിനെ നന്ദനയുടെ കൈകളിലേക്ക് കൊടുത്തു. പക്ഷേ അത് പറഞ്ഞ രീതിയിൽ സ്നേഹത്തേക്കാൾ വേദനയും അപമാനവുമായിരുന്നു. നന്ദന കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. അവൾക്ക് സന്തോഷം തോന്നിയില്ല. അമ്മായി അമ്മയെ വേദനിപ്പിച്ചെന്ന കുറ്റബോധം മാത്രമായിരുന്നു. അന്ന് വൈകുന്നേരം സരോജ പതിവ് പോലെ അടുക്കളയിൽ നന്ദനയെ സഹായിക്കാൻ വന്നില്ല. ഭക്ഷണം മേശയിൽ വെച്ചെങ്കിലും നന്ദനയോട് സംസാരിച്ചില്ല. അത് കണ്ട രാഘവൻ ചോദിച്ചു, എന്തു പറ്റി സരോജയ്ക്ക്? അരുൺ ഒന്നും പറഞ്ഞില്ല. നന്ദനയും ഒന്നും പറഞ്ഞില്ല. ആ രാത്രി കുഞ്ഞ് കരഞ്ഞപ്പോൾ നന്ദന അവനെ എടുത്ത് മുറിയിലൂടെ പതുക്കെ നടന്നു. അവളെ നോക്കി. നീ വിഷമിച്ചോ? ഇല്ല. അമ്മയോട് പറഞ്ഞത് കുറച്ച് കടുപ്പമായി പോയെന്ന് തോന്നുന്നുണ്ടോ? നന്ദന അവനെ നോക്കി. അരുണേട്ടാ, ഞാൻ അമ്മയെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. എനിക്കറിയാം, എനിക്ക് അമ്മയെ നഷ്ടപ്പെടാനും കുഞ്ഞിൻ്റെ കാര്യത്തിൽ എൻ്റെ അവകാശം നഷ്ടപ്പെടാനും രണ്ടും ഒരുമിച്ച് വേണ്ട. അരുൺ ഒന്നും പറഞ്ഞില്ല. നന്ദന കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് അമ്മയും വേണം, എൻ്റെ കുഞ്ഞും വേണം. അടുത്ത ദിവസങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതായി. കുഞ്ഞിനെ എപ്പോൾ കുളിപ്പിക്കണം, എന്ത് വസ്ത്രമിടണം, എവിടെ കിടത്തണം, രാത്രിയിൽ ആരാണ് നോക്കേണ്ടത്, ഓരോ കാര്യത്തിലും സരോജയ്ക്കും നന്ദനയ്ക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ. അരുൺ എല്ലായ്പ്പോഴും ഒരേ ഒരു വാക്കാണ് പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. പക്ഷേ നന്ദനയ്ക്ക് തോന്നിത്തുടങ്ങി, എല്ലാവരും എന്നോടാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ എൻ്റെ വേദന ആരും മനസ്സിലാക്കുന്നില്ല. ഒരു ദിവസം രാവിലെ കുഞ്ഞ് ശക്തമായി കരഞ്ഞു. നന്ദന അടുക്കളയിൽ നിന്ന് ഓടിയെത്തി. അമ്മേ, കുഞ്ഞിനെ എനിക്ക് തരൂ. സരോജ പറഞ്ഞു. ഇപ്പോൾ വേണ്ട, ഞാൻ നോക്കാം. അമ്മേ, അവന് പാല് വേണം. കുറച്ചു മുമ്പല്ലേ കൊടുത്തത്? ഇത് കുറച്ചു മുമ്പാണ്. ഇപ്പോൾ വീണ്ടും വേണം. നിനക്കെല്ലാത്തിലും പാൽ എന്നേ ഉള്ളൂ. നന്ദന ഞെട്ടി. അരുൺ ഹാളിലുണ്ടായിരുന്നു. നന്ദന അവനെ നോക്കി. അരുണേട്ടാ. അരുൺ എഴുന്നേറ്റു. എനിക്ക് കുഞ്ഞിനെ തരാൻ അമ്മയോട് പറയൂ. അരുൺ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയെ കൊടുക്കൂ. സരോജയുടെ മുഖം മാറി. നിനക്കും ഇപ്പോൾ എന്നെ വിശ്വാസമില്ലേ? അമ്മേ, അങ്ങനെയല്ല. അല്ല, നീയും ഇപ്പോൾ അവളുടെ വാക്കാണ് കേൾക്കുന്നത്. നന്ദന കുഞ്ഞിനെ വാങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഒന്നും പറയാതെ മുറിയിലേക്ക് നടന്നു. അരുൺ പിന്നാലെ പോകാൻ ശ്രമിച്ചു. പക്ഷേ സരോജയുടെ ശബ്ദം അവനെ നിർത്തി. അരുൺ. അവൻ തിരിഞ്ഞു നിന്നു. എൻ്റെ മകൻ വിവാഹം കഴിഞ്ഞപ്പോൾ എന്നെ മറന്നു പോകുമെന്ന് ഞാൻ കരുതിയില്ല. അരുൺ നിശ്ചലമായി നിന്നു. അവൻ്റെ മുന്നിൽ ഒരു വശത്ത് അമ്മ, മറ്റൊരു വശത്ത് ഭാര്യയും സ്വന്തം കുഞ്ഞും. അവൻ അറിയാതെ എടുത്ത ഒരു തീരുമാനം ആ കുടുംബത്തിൻ്റെ സമാധാനം തകർക്കുന്ന വലിയ വഴക്കിലേക്ക് മാറുകയായിരുന്നു. അമ്മേ, ഞാൻ ആരുടെയും പക്ഷത്ത് നിൽക്കുന്നില്ല, അരുൺ പതുക്കെ പറഞ്ഞു. പക്ഷേ നന്ദന പറഞ്ഞതിലും കാര്യമുണ്ട്. സരോജയുടെ മുഖം മാറി. കാര്യമുണ്ടോ? അമ്മേ, കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവൾക്ക് വിഷമം വരാതിരിക്കണം. അപ്പോൾ എനിക്ക് വിഷമം വന്നാലോ? അരുൺ ഒന്നും പറഞ്ഞില്ല. സരോജയുടെ കണ്ണുകൾ നിറഞ്ഞു. നിന്നെ വളർത്തിയത് ഞാൻ തന്നെയാണ് മോനെ. നീ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒരു രാത്രി പോലും ഞാൻ നിന്നെ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് എൻ്റെ കൊച്ചുമകനെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് അനുവാദം വേണമെന്നാണോ? അമ്മേ, അതല്ല. അവസാനം സരോജ പറഞ്ഞു. ശരി, ഇനി ഞാൻ ഒന്നിലും ഇടപെടില്ല. അവൾ മുറിയിലേക്ക് പോയി. അരുൺ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. അവന് അമ്മയെ വിഷമിപ്പിച്ചതിൻ്റെ കുറ്റബോധവും ഉണ്ടായിരുന്നു. അരുൺ തിരിച്ചു മുറിക്കുള്ളിലെത്തിയപ്പോൾ നന്ദന ആകെ വിഷമത്തിലായിരുന്നു. അതിനെ അമ്മ വിഷമിച്ചു. നന്ദന പതുക്കെ പറഞ്ഞു. എനിക്കും വിഷമമുണ്ട്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് നന്ദന. അല്ല അരുണേട്ടാ, മനസ്സിലായിരുന്നെങ്കിൽ എനിക്ക് ഓരോ തവണയും കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി അമ്മയോട് ചോദിക്കേണ്ടി വരില്ലായിരുന്നു. നിനക്ക് അമ്മയെ ഇഷ്ടമല്ലേ? നന്ദന അത്ഭുതത്തോടെ അവനെ നോക്കി. അതെന്തൊരു ചോദ്യം! അല്ല, അമ്മയ്ക്കിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെയാണ് കണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വേദനിക്കുന്നത്. അരുണൊന്നും പറഞ്ഞില്ല. എൻ്റെ കുഞ്ഞിനെ ആരും എന്നിൽ നിന്ന് അകറ്റരുത്. അത്രമാത്രമേ എനിക്ക് വേണ്ടൂ. അന്ന് രാത്രി സരോജ ഭക്ഷണം കഴിച്ചില്ല. രാഘവൻ കാര്യം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്കിനി ഈ വീട്ടിൽ ഒന്നും പറയാനുള്ള അവകാശമില്ല. രാഘവൻ അതിശയിച്ചു. ആരാണ് അങ്ങനെ പറഞ്ഞത്? ആരും പറഞ്ഞില്ല. മനസ്സിലാക്കേണ്ടത് ഞാൻ മനസ്സിലാക്കി. അടുത്ത ദിവസം മുതൽ സരോജ കുഞ്ഞിനെ എടുക്കുന്നത് പോലും കുറച്ചു. കുഞ്ഞ് കരഞ്ഞാലും അവൾ അകലേ നിന്ന് നോക്കും. നന്ദനയ്ക്ക് അതും സഹിക്കാനായില്ല. അവൾ തന്നെ കുഞ്ഞിനെ സരോജയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അമ്മേ,
കുഞ്ഞിനെ ഒന്ന് എടുക്കൂ. വേണ്ട മോളെ, അമ്മയ്ക്ക് അവനെ ഇഷ്ടമല്ലേ? സരോജയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇഷ്ടമാണ്, പിന്നെ എന്തുകൊണ്ടാണ് എടുക്കാത്തത്? ഞാൻ എടുത്താൽ വീണ്ടും ആരെങ്കിലും പറയും ഞാൻ കുഞ്ഞിനെ അമ്മയിൽ നിന്ന് അകറ്റുകയാണെന്ന്. ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ നിനക്ക് അങ്ങനെ തോന്നുന്നില്ലേ? നന്ദന മറുപടി പറയാതെ നിന്നു. അപ്പോഴാണ് സരോജ ആദ്യമായി തുറന്നു പറഞ്ഞത്, മോളെ, നിന്നോട് എനിക്ക് അസൂയൊന്നുമില്ല. പക്ഷേ ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ അവനെ കണ്ട നിമിഷം എനിക്ക് തോന്നി എൻ്റെ മകൻ്റെ ബാല്യം വീണ്ടും എൻ്റെ മുന്നിലേക്ക് വന്നതുപോലെ. അതിനാലാണ് ഞാൻ കുറച്ചധികം പിടിച്ചു പറിക്കാൻ നോക്കുന്നത് പോലെ ചെയ്തത്. നന്ദന സരോജയുടെ കൈ പിടിച്ചു. അമ്മേ, അവൻ അമ്മയുടെ കൊച്ചുമകനാണ്. അമ്മയ്ക്ക് അവനെ സ്നേഹിക്കാം. പക്ഷേ ഞാൻ അവൻ്റെ അമ്മയാണ്. എനിക്കവനെ നഷ്ടപ്പെടുമോ എന്ന പേടിയാണ്. സരോജ ഒന്നും പറഞ്ഞില്ല. ഇരുവരും ആദ്യമായി പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിച്ചു. അരുണിന് ഓഫീസിൽ നിന്ന് ഒരു ഫോൺ വന്നു. എനിക്ക് കുറച്ച് മാസത്തേക്ക് മറ്റൊരു നഗരത്തിലേക്ക് പോകേണ്ടി വരും. സരോജ ഞെട്ടി. എത്ര ദിവസത്തേക്ക്? അരുൺ പതുക്കെ പറഞ്ഞു, കുറഞ്ഞത് 6 മാസം. ആ വാർത്തയ്ക്ക് പിന്നാലെ വന്നത് മറ്റൊരു പ്രശ്നമായിരുന്നു. അരുൺ ഇല്ലാത്ത സമയത്ത് കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വരുന്നത് നന്ദനയും സരോജയും മാത്രമായിരുന്നു. അരുൺ 6 മാസത്തേക്ക് മറ്റൊരു നഗരത്തിലേക്ക് പോകുന്നു എന്ന വാർത്ത കേട്ടതോടെ നന്ദനയുടെ മനസ്സിൽ ചെറിയൊരു ഭയം തോന്നി. കുഞ്ഞിന് അന്ന് വെറും കുറച്ചാഴ്ചകൾ മാത്രം പ്രായം. അരുണേട്ട, 6 മാസം ഒരുപാട് ദിവസമല്ലേ? എനിക്ക് പോകാൻ ഇഷ്ടമില്ല നന്ദനെ, പക്ഷേ ഈ ജോലി ഇപ്പോൾ വിട്ടുകളയാൻ പറ്റില്ല. അരുൺ പോകുന്നതിന് മുൻപ് രാത്രി നന്ദനയോട് പറഞ്ഞു, എൻ്റെ അമ്മയെ ഒറ്റയ്ക്ക് വിടരുത്. നന്ദനയുടെ മുഖം മാറി. അമ്മയെ ഞാൻ എപ്പോഴാണ് ഒറ്റയ്ക്ക് വിട്ടത്? അങ്ങനെ പറഞ്ഞതല്ല. പക്ഷേ അരുണേട്ടൻ പറയുന്നത് കേട്ടാൽ അമ്മയെ ഞാൻ നോക്കേണ്ട ഒരാളാണെന്ന പോലെ. അരുൺ അവളുടെ കൈ പിടിച്ചു. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാകരുത്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നന്ദന മിണ്ടിയില്ല. അവൾക്ക് പറയണമെന്ന് തോന്നി, അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴും ഞാൻ മാത്രമാണോ അരുണേട്ട? പക്ഷേ അവൾ പറഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ അരുൺ യാത്രയായി. കാറ് ഗേറ്റിന് പുറത്തേക്ക് പോകുന്നത് നന്ദന കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നോക്കി നിന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പഴയ പ്രശ്നം വീണ്ടും തുടങ്ങി. കുഞ്ഞിന് പാൽ കൊടുക്കുന്ന സമയത്ത് സരോജ പതിവ് പോലെ പറഞ്ഞു, മോളെ, ഇന്ന് കുഞ്ഞിനെ ഞാനൊന്ന് കിടത്തട്ടെ, നീ പോയി കുറച്ച് ഉറങ്ങിക്കോ. അമ്മേ, ഉറങ്ങിക്കൊള്ളാം, പക്ഷേ ആദ്യം അവന് പാല് കൊടുക്കട്ടെ. ഇപ്പോൾ വേണ്ട, അവൻ കരയുന്നത് ഉറക്കം പോയതുകൊണ്ടാണ്. അമ്മേ, എനിക്കറിയാം, അവൻ വിശന്നിട്ടാണ്. സരോജ കുഞ്ഞിനെ കൂടുതൽ ചേർത്ത് പിടിച്ചു. ഞാനും അമ്മയാണ് മോളെ, നന്ദന ശാന്തമായി പറഞ്ഞു. അതേ അമ്മേ, പക്ഷേ അവൻ്റെ അമ്മ ഞാനാണ്. ആ വാക്ക് സരോജയെ വീണ്ടും വേദനിപ്പിച്ചു. അപ്പോൾ ഞാൻ ആരാണ്? പറ മോളെ, ഞാൻ ഈ കുഞ്ഞിന് ആരാണ്? നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞ്. അമ്മൂമ്മ. സരോജ കുഞ്ഞിനെ നന്ദനയുടെ കയ്യിൽ കൊടുത്തു. ഇനി മുതൽ ഞാൻ എൻ്റെ പരിധി മനസ്സിലാക്കാം. അടുത്ത ദിവസം രാവിലെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാണ് നന്ദന ഉണർന്നത്. കുഞ്ഞിനെ എടുത്തപ്പോൾ അവൻ്റെ ശരീരം പതിവിലും ചൂടായി തോന്നി. അമ്മേ, സരോജ ഓടിയെത്തി. കുഞ്ഞിന് ചൂടുണ്ട് എന്ന് തോന്നുന്നു. സരോജ കുഞ്ഞിൻ്റെ നെറ്റിയിൽ കൈവച്ചു. നന്ദന ഉടൻ തന്നെ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു ആശുപത്രിയിൽ കൊണ്ടുപോകാം. ഇത്ര ചെറിയ ചൂടിന് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഞാൻ പണ്ടൊക്കെ വീട്ടിൽ തന്നെ നോക്കിയിട്ടുണ്ട്. അമ്മേ, കുഞ്ഞു വളരെ ചെറുതല്ലേ, ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് വരാം. നീ എല്ലാത്തിനും എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നന്ദന ഒന്നും പറഞ്ഞില്ല. അവൾ അരുണിനെ വിളിച്ചു. അരുണേട്ട, മോന് പനി പോലെ തോന്നുന്നുണ്ട്. അവിടെ നിന്ന് അരുൺ ഉടൻ ചോദിച്ചു, ഡോക്ടറെ കാണിച്ചോ? അമ്മ പറയുന്നത് വീട്ടിൽ നോക്കിയാൽ മതിയെന്നാണ്. അരുൺ ഒരു നിമിഷം മിണ്ടാതിരുന്നു. നന്ദനെ, കുഞ്ഞിനെന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കൂ. അതിൽ താമസം വേണ്ട. ആ വാക്കുകൾ കേട്ട് നന്ദനയ്ക്ക് ആശ്വാസമായി. അവൾ കുഞ്ഞിനെ എടുത്ത് ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറായി. സരോജിയും കൂടെ പോയി. ഡോക്ടർ കുഞ്ഞിനെ പരിശോധിച്ചു. വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയ പനി മാത്രമാണ്. പക്ഷേ കുഞ്ഞ് ചെറുതായതിനാൽ ശ്രദ്ധിക്കണം. ആ സമയം സരോജ പതുക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ വലിയ പ്രശ്നമൊന്നുമില്ലെന്ന്. നന്ദന മറുപടി ഒന്നും പറഞ്ഞില്ല. വീട്ടിലെത്തിയ ശേഷം കുഞ്ഞിനെ കിടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും കരയാൻ തുടങ്ങി. നന്ദന അവനെ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ സരോജ പറഞ്ഞു, മോളെ, നീ ഒന്ന് മാറി നിൽക്ക്, ഞാൻ നോക്കാം. അമ്മേ, ഡോക്ടർ പറഞ്ഞില്ലേ കുഞ്ഞിനെ ഇടയ്ക്കിടെ ശ്രദ്ധിക്കണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത്. നന്ദന കുഞ്ഞിനെ എടുക്കാൻ കൈനീട്ടി. സരോജ കുഞ്ഞിനെ വിട്ടില്ല. അവൻ ഇപ്പോൾ കരയുന്നത് പനിയുള്ളതുകൊണ്ടാണ്. നന്ദനയുടെ ശബ്ദം ഇത്തവണ വിറച്ചു. അമ്മേ, എനിക്കെൻ്റെ കുഞ്ഞിനെ ഒന്ന് തരൂ. സരോജയും ശബ്ദമുയർത്തി. എനിക്കെൻ്റെ കൊച്ചുമകനെ ഒന്ന് നോക്കാൻ പോലും പാടില്ലേ? ഞാൻ അമ്മയാണ്. അവന് പാൽ കൊടുക്കേണ്ട സമയത്ത് ഞാൻ അവൻ്റെ അടുത്തുണ്ടാകണം. അത്രമാത്രമാണ് ഞാൻ പറയുന്നത്. സരോജയുടെ മുഖം കടുത്തു. നിനക്ക് തോന്നുന്നത് ഞാൻ നിൻ്റെ കുഞ്ഞിനെ നിന്നിൽ നിന്ന് പിടിച്ചെടുക്കാൻ നോക്കുകയാണെന്നാണ്.
നന്ദന മിണ്ടാതെ നിന്നു. ആ വാക്കിന് അവൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവൾക്ക് അങ്ങനെ തന്നെയാണ് തോന്നി തുടങ്ങിയിരുന്നത്. അല്പസമയം കഴിഞ്ഞപ്പോൾ അരുണിൻ്റെ ഫോൺ വന്നു. സരോജ തന്നെയാണ് ഫോൺ എടുത്തത്. അമ്മേ, കുഞ്ഞിനിപ്പോൾ എങ്ങനെയുണ്ട്? പനി കുറവുണ്ട് മോനെ. സരോജ കുറച്ചു നേരം മിണ്ടാതിരുന്നു. അവൾ കുഞ്ഞിനെക്കുറിച്ച് ഒരുപാട് പേടിക്കുകയാണ്. അത് സ്വാഭാവികമല്ലേ അമ്മേ, ആദ്യത്തെ കുഞ്ഞല്ലേ? അതേ മോനെ, പക്ഷേ അവളുടെ പേടി കുറച്ചു കൂടിപ്പോയി. അരുണൊന്നും പറഞ്ഞില്ല. സരോജ പതുക്കെ തുടർന്നു. കുഞ്ഞിനെ ഞാനൊന്ന് എടുത്താൽ പോലും അവൾക്ക് വിഷമമാണ് അമ്മേ. അതൊക്കെ വിട്ടുകളയൂ. ഞാൻ വിട്ടുകളയാം. പക്ഷേ അവൾ എന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു അമ്മൂമ്മയായി പോലും കാണുന്നില്ലെന്നാണ് തോന്നുന്നത്. അരുൺ മിണ്ടാതെ നിന്നു. നീ ഇല്ലാത്ത സമയത്ത് വീട്ടിലൊരു സമാധാനക്കുറവാണ്. അത്രയും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. അവൾ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നില്ല. പക്ഷേ അവൾക്ക് അങ്ങനെ തോന്നിയിരുന്നു. ഇതൊക്കെ മുറിയിൽ നിന്ന് കേട്ട നന്ദനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. പക്ഷേ സരോജയുടെ ശബ്ദത്തിലെ വിഷമം അവൾക്ക് മനസ്സിലായി. അന്ന് വൈകുന്നേരം അരുൺ വീണ്ടും വിളിച്ചു. ഇത്തവണ നന്ദന തന്നെയാണ് ഫോൺ എടുത്തത്. നന്ദന, നീ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ? നന്ദന ഒരു നിമിഷം നിശ്ചലമായി. എന്താ, അമ്മയ്ക്ക് വിഷമമുണ്ട്. വിഷമമുണ്ടെങ്കിൽ എന്നോട് പറയാമല്ലോ. നീയും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം നന്ദന, അവൾ പതുക്കെ ചോദിച്ചു. എപ്പോഴും ഞാൻ തന്നെയാണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? അരുണേട്ടാ, എനിക്ക് അമ്മയോട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നതും ഒന്ന് കേൾക്കണം. അമ്മയും കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്, അതെനിക്കറിയാം. പിന്നെ അമ്മ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ അമ്മയാകാതാകില്ലല്ലോ അരുണേട്ടാ. അരുണൊന്നും പറഞ്ഞില്ല. ഫോൺ വെച്ച ശേഷം അവൻ കുറച്ചു നേരം ചിന്തിച്ചു. അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഒരു വശത്ത്, ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ മറുവശത്ത്. ആദ്യമായി അവൻ്റെ മനസ്സിലൊരു സംശയം വന്നു. ഞാൻ ഇതുവരെ രണ്ടുപേരെയും മനസ്സിലാക്കാതെ പ്രശ്നം ഒഴിവാക്കാൻ മാത്രം ശ്രമിച്ചോ? അതിനിടയിൽ ഓഫീസിലെ ഒരു സഹപ്രവർത്തകൻ അരുണിനോട് പറഞ്ഞു, നീ വീട്ടിലെ കാര്യം കുറച്ച് ശ്രദ്ധിക്കണം. കുഞ്ഞ് വന്ന ശേഷം പല കുടുംബങ്ങളിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല. അരുൺ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ മനസ്സിൽ സമാധാനമുണ്ടായിരുന്നില്ല. അന്ന് രാത്രി വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്ത് സ്ക്രീനിൽ നന്ദന കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോൾ അവളുടെ മുഖത്ത് ക്ഷീണം വ്യക്തമായിരുന്നു. അടുത്ത ദിവസം വൈകുന്നേരം അരുൺ അപ്രതീക്ഷിതമായി വീട്ടിലെത്തി. രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അരുൺ ശ്രദ്ധിച്ചു, അമ്മയും നന്ദനയും പതിവ് പോലെ സംസാരിക്കുന്നില്ല. അവൻ ചോദിച്ചു, എന്താ രണ്ടുപേരും മിണ്ടാത്തത്? ഒന്നുമില്ല, സരോജയും നന്ദനയും ഒരുപോലെ പറഞ്ഞു. അരുൺ ഇരുവരെയും നോക്കി. ഒന്നുമില്ലെങ്കിൽ ഈ നിശബ്ദത എന്തിനാ? ആരും മറുപടി പറഞ്ഞില്ല. ഭക്ഷണം കഴിഞ്ഞ് നന്ദന കുഞ്ഞിനെ മുറിയിലേക്ക് കൊണ്ടുപോയി. അരുൺ അമ്മയുടെ അടുത്തിരുന്നു. അമ്മേ, സത്യം പറയണം, എന്താണ് പ്രശ്നം? സരോജ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. നിനക്കെന്നെ വിശ്വാസമുണ്ടോ മോനെ? അത് മാത്രം മതി. അമ്മ, എന്താണ് സംഭവിച്ചത്? നന്ദനയ്ക്ക് കുഞ്ഞിനെ ഞാൻ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. അരുൺ ഞെട്ടിപ്പോയി. ഞാൻ കുഞ്ഞിനെ സ്നേഹിച്ചിട്ടല്ലേ മോനെ? പക്ഷേ അവൾക്ക് തോന്നുന്നത് ഞാൻ അവനെ അവളിൽ നിന്ന് അകറ്റുമെന്നാണ്. അമ്മയോട് അവൾ അങ്ങനെ പറഞ്ഞോ? നേരിട്ട് പറഞ്ഞില്ല. പക്ഷേ അവളുടെ പെരുമാറ്റം. ശരിക്കും അരുൺ ചിന്തിച്ചത്, അമ്മയ്ക്കും ഭാര്യയ്ക്കുമിടയിൽ വളരുന്ന ഈ പ്രശ്നത്തിൽ താൻ ഇതുവരെ അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ കഴിയില്ല. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം അരുൺ ഒറ്റയ്ക്ക് ഹാളിലിരുന്നു. അവൻ മനസ്സിലൊരു തീരുമാനമെടുത്തു. നാളെ ഞാൻ രണ്ടുപേരോടും തുറന്ന് സംസാരിക്കും. ആരുടെയും പക്ഷം പിടിക്കാതെ. ഈ വീട്ടിലിനി ആരും മറ്റൊരാളുടെ അവകാശം കവർന്നെടുക്കാൻ പാടില്ല. പക്ഷേ അടുത്ത ദിവസം രാവിലെ സരോജ എടുത്ത ഒരു തീരുമാനം എല്ലാം വീണ്ടും മാറ്റിമറിച്ചു. രാവിലെ നന്ദന കുഞ്ഞിനെ എടുത്ത് ഉമ്മറത്തേക്ക് വന്നപ്പോൾ സരോജ ഒരു ബാഗ് തയ്യാറാക്കുകയായിരുന്നു. അമ്മ, എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? സരോജ ഒന്നും പറയാതെ ബാഗ് അടച്ചു. മോളെ, ഞാൻ കുറച്ച് ദിവസം എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. നന്ദന അതിശയിച്ചു. ഇത്ര പെട്ടെന്ന്? അതെ, കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് വരാം. അപ്പോഴേക്കും അരുൺ അവിടെ എത്തി. അമ്മ എങ്ങോട്ടാ പോകുന്നത്? എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക്. സരോജ മകനെ നോക്കി. ഇവിടെ എനിക്കിനി ആവശ്യമില്ലല്ലോ, അരുൺ ഉടൻ പറഞ്ഞതു. അമ്മേ, അങ്ങനെ പറയരുത്. ഞാൻ പോകുമ്പോൾ കുഞ്ഞിനെയും കുറച്ച് ദിവസം എൻ്റെ കൂടെ കൊണ്ടുപോകാം. നന്ദനയുടെ മുഖം പെട്ടെന്ന് മാറി. കുഞ്ഞിനെയോ? അതെ, അവിടെ എല്ലാവർക്കും അവനെ കാണാൻ വലിയ ആഗ്രഹമാണ്. നന്ദന കുഞ്ഞിനെ നെഞ്ഞോട് ചേർത്തു. അമ്മേ, കുഞ്ഞിനെ എവിടെയും കൊണ്ടുപോകേണ്ട. അവൻ ഇപ്പോഴും വളരെ ചെറുതാണ്. എനിക്ക് അവൻ കൂടെയില്ലാതെ എങ്ങനെ ജീവിക്കാനാണ്? സരോജിയുടെ ശബ്ദമുയർന്നു. എന്നെ വിശ്വസിക്കുന്നില്ലേ? അമ്മയെ വിശ്വാസമില്ലാത്തതല്ല, കുഞ്ഞിന് ഇപ്പോൾ അമ്മയെയാണ് ആവശ്യം. അരുൺ ഇടയിൽ പറഞ്ഞു. അമ്മേ, നന്ദന പറയുന്നതിൽ കാര്യമുണ്ട്. കുഞ്ഞിനെ ഇപ്പോൾ കൊണ്ടുപോകേണ്ട. അരുൺ, നീയും? കുഞ്ഞിപ്പോൾ ഇത്ര ചെറുതല്ലേ? സരോജിയുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചല്ലോ. അവൾ മുറിയിലേക്ക് പോയി. നന്ദന അവിടെ തന്നെ നിന്നു. അമ്മയെ ഞാൻ വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ കുഞ്ഞിനെ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ അന്നുച്ചയ്ക്ക് സരോജ ഭക്ഷണം പോലും കഴിച്ചില്ല. രാഘവൻ അവളോട് പറഞ്ഞു, നീ കാര്യങ്ങൾ കുറച്ച് അധികമാക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ കൊച്ചുമകനെ സ്നേഹിക്കാൻ പോലും അവകാശമില്ലേ? അവകാശമുണ്ട്. പക്ഷേ അവൻ്റെ അമ്മയെയും മനസ്സിലാക്കണം.
സരോജ ഒന്നും പറഞ്ഞില്ല. വൈകുന്നേരം നന്ദന കുഞ്ഞിനെ കുളിപ്പിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സരോജ വാതിൽക്കൽ നിന്നു. നന്ദന കുഞ്ഞിനെ സരോജയുടെ കൈകളിലേക്ക് കൊടുത്തു. അമ്മേ, കുഞ്ഞിനെ സ്നേഹിക്കുന്നതിൽ എനിക്കൊരിക്കലും പ്രശ്നമില്ല. പക്ഷേ എന്നെ മറികടന്ന് അവനെ സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. അമ്മൂമ്മയുടെ സ്നേഹം അവന് വേണം. അമ്മയായുള്ള സ്നേഹം എനിക്കും അവന് കൊടുക്കണം. ഇന്ന് രാത്രി സരോജ ആദ്യമായി ചിന്തിച്ചു, ഞാൻ കൊച്ചുമകനെ സ്നേഹിക്കുകയാണോ അതോ അവൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് കടന്നു കയറുകയാണോ? അടുത്ത ദിവസം രാവിലെ രാഘവൻ പതിവ് പോലെ വരാന്തയിലിരിക്കുകയാണ്. സരോജ കുഞ്ഞിനെ എടുത്ത് അകത്തേക്ക് നടക്കുന്നത് കണ്ടപ്പോൾ അയാൾ വിളിച്ചു, സരോജെ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താണ് പറ്റിയത്? സരോജ ഒന്നും പറഞ്ഞില്ല. ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ എല്ലാവരുടെയും മുഖത്ത് ഈ വിഷമം എന്തിനാണ്? എന്തു ചെയ്താലും തെറ്റാണ്. രാഘവൻ ശാന്തമായി ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? കുഞ്ഞിനെ നോക്കുന്നു, അത് തെറ്റല്ല. സരോജയുടെ മുഖത്ത് ചെറിയൊരു ആശ്വാസം. പക്ഷേ രാഘവൻ തുടർന്നു, പക്ഷേ കുഞ്ഞിനെ നോക്കുന്നതും കുഞ്ഞിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നതും രണ്ടാണ്. സരോജ മിണ്ടാതെ നിന്നു. നന്ദന നിന്നോട് കുഞ്ഞിനെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞില്ലല്ലോ. എന്നെ വിശ്വാസമില്ല. അങ്ങനെയല്ല സരോജ, രാഘവൻ പതുക്കെ പറഞ്ഞു. നീ ഒരു കാര്യം മറക്കുന്നു. നന്ദന ആ കുഞ്ഞിൻ്റെ അമ്മയാണ്. സരോജയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് കൊച്ചുമകനെ ഒരുപാട് ഇഷ്ടമാണ്, അതെനിക്കറിയാം. അവനെ വിട്ടുനിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. അവനെ വിട്ടുനിൽക്കേണ്ട, പക്ഷേ അവൻ്റെ അമ്മയെ വിട്ടുനിർത്തി അവനെ സ്നേഹിക്കരുത്. ആ വാക്കുകൾ സരോജയുടെ മനസ്സിൽ തട്ടി. അപ്പോഴേക്കും നന്ദന കുഞ്ഞിനെ എടുത്തു പുറത്തേക്ക് വന്നു. രാഘവൻ അവളെ വിളിച്ചു. രാഘവൻ അവളുടെ കൈ പിടിച്ചു. എന്നോടും ഒരു കാര്യം പറയാനുണ്ട്. നന്ദന ശ്രദ്ധിച്ചു കേട്ടു. അമ്മയ്ക്ക് ഈ കുഞ്ഞിനോട് സ്നേഹം കൂടുതലാണ്. ചിലപ്പോൾ ആ സ്നേഹത്തിൽ കുറച്ച് അതിര് കടന്നു പോകും. പക്ഷേ നീയും അമ്മയെ അകറ്റരുത്. നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛാ, എനിക്ക് അമ്മയെ അകറ്റണമെന്നില്ല. രാഘവൻ ഇരുവരെയും നോക്കി. ഈ കുഞ്ഞിന് അമ്മയും വേണം, അമ്മൂമ്മയും വേണം. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മത്സരിച്ചാൽ നഷ്ടപ്പെടുന്നത് കുഞ്ഞിനാണ്. വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അമ്മേ. സരോജയുടെ കണ്ണുകൾ നിറഞ്ഞു. നീയും എന്നോട് ക്ഷമിക്കണം. രാഘവൻ പറഞ്ഞ വാക്കുകൾക്ക് ശേഷം വീട്ടിലെ അന്തരീക്ഷം കുറച്ചൊന്നു മാറി. കുഞ്ഞ് ജനിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നന്ദനയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അമ്മേ, കുറച്ച് ദിവസം എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് പോകണം. ഒരു ദിവസം അവൾ സരോജയോട് ചോദിച്ചു. ഇപ്പോൾ അതെന്തിനാ? പ്രസവം കഴിഞ്ഞിട്ട് അധിക ദിവസമായിട്ടില്ല. ഇവിടെ നിന്നാൽ നിനക്കും കുഞ്ഞിനും സൗകര്യമാണ്. അവൾക്ക് അമ്മയെയും അച്ഛനെയും കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അരുണും പറഞ്ഞു, നന്ദന, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാം. അവൾ സമ്മതിച്ചു. സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ചിട്ടും സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലും കഴിയാതെ അവൾ ആ വീട്ടിൽ തന്നെ നിന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം കുഞ്ഞ് കരയാൻ തുടങ്ങി. നന്ദന കുഞ്ഞിനെ എടുത്തു. പക്ഷേ കൊടുക്കാൻ നേരം സരോജ പറഞ്ഞു, മോളെ, നീ ഇപ്പോൾ വളരെ ക്ഷീണിതയല്ലേ? ഡോക്ടറോട് ചോദിച്ച് കുപ്പിപ്പാൽ കൊടുത്താൽ പോരെ? നന്ദന ഞെട്ടി. കുപ്പിപ്പാലോ? അതെ, അതാകുമ്പോൾ കുഞ്ഞിനെ നോക്കാൻ എനിക്കും എളുപ്പമാണ്. നന്ദന കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. അമ്മേ, എനിക്ക് പാൽ കൊടുക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് പാലുമുണ്ട്. പക്ഷേ നീ ഇത്രയും ക്ഷീണിക്കേണ്ടതില്ലല്ലോ. കുഞ്ഞിന് എൻ്റെ പാൽ വേണം. സരോജയുടെ മുഖം മാറി. ഞാൻ കുഞ്ഞിൻ്റെ നന്മയ്ക്കാണ് പറയുന്നത്. അത് കേട്ട് നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ, കുഞ്ഞിൻ്റെ നന്മയെന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാക്കരുത്. അപ്പോഴേക്കും അരുൺ അവിടെ എത്തി. സരോജ പറഞ്ഞു, ഞാൻ കുപ്പിപ്പാൽ കൊടുക്കാമെന്ന് പറഞ്ഞതാ. ഇവൾക്ക് അതും സമ്മതമല്ല. അന്ന് രാത്രി നന്ദന പതുക്കെ പറഞ്ഞു, നിന്നെ പ്രസവിച്ച അമ്മയാണ് ഞാൻ. നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും എനിക്ക് ആരുടെയെങ്കിലും അനുവാദം വേണ്ടി വരുന്നുണ്ടല്ലോ. അടുത്ത ദിവസങ്ങളിലും ഇതേ പ്രശ്നം തുടർന്നു. നന്ദന കുഞ്ഞിനെ എടുക്കാൻ ശ്രമിച്ചാൽ, നീ കിടക്ക്, ഞാൻ നോക്കാം. കുഞ്ഞിന് പാൽ കൊടുക്കാൻ നോക്കിയാൽ, കുറച്ച് കുപ്പിപ്പാൽ കൊടുത്താൽ നിനക്ക് വിശ്രമിക്കാമല്ലോ. കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ, നീ ഇപ്പോൾ എടുക്കണ്ട, ഞാൻ ചെയ്യാം. പതുക്കെ കുഞ്ഞിൻ്റെ അമ്മയായിരുന്നിട്ടും സ്വന്തം കുഞ്ഞിനെ നോക്കാൻ കഴിയാത്ത ഒരാളായി നന്ദനയ്ക്ക് തന്നെ തോന്നിത്തുടങ്ങി. അധികം സംസാരിക്കാതെയായി. ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം കുറഞ്ഞു. കുഞ്ഞ് ഉറങ്ങുമ്പോഴും അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഒരു ദിവസം അരുൺ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി നന്ദന? അവൾ ഒന്നും പറഞ്ഞില്ല. എന്നോട് പറയൂ. അവൾ കുഞ്ഞിനെ നോക്കി. ഒരു കാര്യം പേടിയാകുന്നു. നീ കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് പോലും ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല. എന്ത് ചെയ്യണം അരുണേട്ടാ? പ്രസവിച്ചിട്ട് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. കുഞ്ഞിനെ എടുക്കാൻ നോക്കിയാൽ അമ്മ മുന്നിൽ വരും. പാൽ കൊടുക്കാൻ നോക്കിയാൽ കുപ്പിപ്പാലിൻ്റെ കാര്യം പറയും. സ്വന്തം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാലും പോകാൻ പറ്റില്ല. എനിക്കെൻ്റെ കുഞ്ഞിനൊപ്പം അമ്മയായി ജീവിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് തോന്നുന്നു. ആദ്യമായി അവളുടെ കണ്ണുകളിലെ ആഴത്തിലുള്ള വേദന കണ്ടു. അവൻ മിണ്ടാതെ നിന്നു. വാതിലിന് പുറത്തു നിന്ന് ആ സംഭാഷണം കേട്ടിരുന്ന രാഘവൻ ആദ്യമായി സരോജയോട് വളരെ ഗൗരവമായി സംസാരിക്കണമെന്ന് തീരുമാനിച്ചു. രാഘവൻ പതുക്കെ സരോജയോട് പറഞ്ഞു, സരോജ, നമുക്ക് സംസാരിക്കണം. അവൻ്റെ ശബ്ദം പതിവിലുമധികം ഗൗരവമായിരുന്നു. നീ നന്ദനയോട് ചെയ്യുന്നത് ശരിയല്ല.
സരോജ ഞെട്ടി. ഞാൻ എന്തു ചെയ്തു? നീ കുഞ്ഞിനെ സ്നേഹിക്കുന്നു, അതിൽ തെറ്റില്ല. പക്ഷേ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ നോക്കാൻ കഴിയാത്ത അവസ്ഥ നീ ഉണ്ടാക്കുകയാണ്. സരോജയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ അവനെ സ്നേഹിച്ചിട്ടില്ലേ? സ്നേഹം ഒരാളുടെ അവകാശം ഇല്ലാതാക്കാൻ തുടങ്ങുമ്പോൾ അത് സ്നേഹമല്ല സരോജ, അത് പിടിച്ചു പറിക്കലാണ്. സരോജ ഒന്നും പറഞ്ഞില്ല. പ്രസവിച്ചിട്ട് ദിവസങ്ങൾ മാത്രം കഴിഞ്ഞ പെൺകുട്ടിയാണ് നന്ദന. ശരീരവും മനസ്സും തളർന്നിരിക്കുന്ന സമയമാണ്. അവൾക്കിപ്പോൾ വേണ്ടത് വിശ്രമവും സ്വന്തം കുഞ്ഞിനോടുള്ള അടുപ്പവുമാണ്. ഞാൻ അവളെ വിശ്രമിപ്പിക്കാനാണ്. വിശ്രമം കൊടുക്കുന്നത് വേറെ, കുഞ്ഞിനെ അവളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് വേറെ. ആ വാക്കുകൾ സരോജയുടെ മനസ്സിൽ തട്ടി. ഞാൻ അവളുടെ കുഞ്ഞിനെ എടുത്തുകൊള്ളുമെന്നാണോ നിങ്ങൾ പറയുന്നത്? നീ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ലെന്ന് എനിക്കറിയാം, അവൻ പതുക്കെ പറഞ്ഞു. പക്ഷേ നന്ദനയ്ക്ക് അങ്ങനെ തോന്നി തുടങ്ങിയിരിക്കുന്നു. സരോജയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് എന്നെ ഇഷ്ടമില്ലാതായോ? അല്ല, അവൾക്ക് സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുമോ എന്ന പേടിയാണ്. അത് കേട്ടതും സരോജ മിണ്ടാതെയായി. അപ്പോഴേക്കും അരുൺ അവിടേക്ക് വന്നു. അച്ഛാ, രാഘവൻ മകനെ നോക്കി. നീയും കേൾക്കണം. അരുൺ അടുത്തിരുന്നു. നിന്റെ ഭാര്യ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ്. എനിക്ക് മനസ്സിലാകുന്നു അച്ഛാ. ഇല്ല മോനെ, മനസ്സിലായിരുന്നെങ്കിൽ നീ ഇത്രയും ദിവസം അമ്മയോട് അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് മാത്രം പറയില്ലായിരുന്നു. ആ വാക്ക് അവൻ്റെ മനസ്സിൽ തറച്ചു. നിന്റെ അമ്മയെ നീ സ്നേഹിക്കണം, പക്ഷേ ഭാര്യയുടെ വേദന കണ്ടില്ലെന്ന് നടിക്കരുത്. അരുൺ കണ്ണു നിറഞ്ഞ് അമ്മയെ നോക്കി. അരുൺ അമ്മയോട് പറഞ്ഞു, അമ്മേ, നന്ദനയ്ക്ക് കുഞ്ഞിന് പാല് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇനി ആരും തടയരുത്. അവൾക്ക് കുഞ്ഞിനെ നോക്കണം, അതും ആരും തടയരുത്. എന്നെ കുറ്റക്കാരിയാക്കുകയാണോ? അരുൺ അമ്മയുടെ കൈ പിടിച്ചു. അല്ല, അമ്മയെ നഷ്ടപ്പെടാൻ പേടിയാണ്. പക്ഷേ എൻ്റെ ഭാര്യ തകർന്നു പോകുന്നത് നോക്കി നിൽക്കാനും എനിക്ക് കഴിയില്ല. ആ വാക്കുകൾ കേട്ട് സരോജയുടെ മുഖം തകർന്നു. അവൾ ആദ്യമായി സ്വന്തം പെരുമാറ്റത്തെ മറ്റൊരാളുടെ കണ്ണിലൂടെ കാണാൻ തുടങ്ങി. അന്ന് രാത്രി നന്ദന അരുണിനോട് പറഞ്ഞു, നാളെ അമ്മയോട് ഒരു കാര്യം പറയണം. ഞാൻ പ്രസവിച്ച ദിവസങ്ങളിൽ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന്. എനിക്ക് കുഞ്ഞിനെ കാണുമ്പോൾ സന്തോഷമായിരുന്നു, പക്ഷേ ഞാൻ തന്നെ വളരെ തളർന്നിരുന്നു. ശരീരത്തിനും മനസ്സിനും ഒരു സമാധാനവുമില്ലായിരുന്നു. പക്ഷേ അന്ന് ആരെങ്കിലും എനിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ. അവൾ നിശബ്ദയായി. എനിക്ക് ഇത്രയും ഒറ്റപ്പെട്ടതായി തോന്നുമായിരുന്നില്ല. തെറ്റാണ്, അരുണാട്ടൻ്റെ മാത്രം തെറ്റല്ല. പതുക്കെ പറഞ്ഞു. എല്ലാവരും കുഞ്ഞിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. കുഞ്ഞിനെ പ്രസവിച്ച അമ്മയെ ആരും ശ്രദ്ധിച്ചില്ല. നന്ദന സരോജയോടും പറഞ്ഞു, അമ്മേ, ഒരമ്മയുടെ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ മറ്റൊരാൾക്ക് എത്ര സ്നേഹമുണ്ടെങ്കിലും ആ അമ്മയെ മാറ്റി നിർത്താൻ പാടില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മോളെ. ും തൻ്റെ തെറ്റ് മനസ്സിലായി. അമ്മയും ഭാര്യയും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഞാൻ നിങ്ങൾ രണ്ടുപേരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് മാറി നിന്നു. നിന്റെ വേദന കേൾക്കേണ്ട സമയത്ത് ഞാൻ കേട്ടില്ല. അമ്മയെ തടയേണ്ട സമയത്ത് ഞാൻ തടഞ്ഞുമില്ല. ഒരിക്കലും പ്രസവിച്ച അമ്മയുടെ സ്നേഹത്തിന് പകരമാവില്ല അമ്മൂമ്മയുടെ സ്നേഹവും മറ്റാരുടെയും സ്നേഹവും. ആ വീട്ടിൽ ആദ്യമായി ആരും ആരുടെയും സ്ഥാനം പിടിച്ചടക്കാൻ ശ്രമിച്ചില്ല. അമ്മ അമ്മയായി, അമ്മൂമ്മ അമ്മൂമ്മയായി, ഭർത്താവ് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കി. അങ്ങനെ ഒരു ചെറിയ കുഞ്ഞിൻ്റെ വരവ് ആ കുടുംബത്തിലെ വലിയൊരു തെറ്റിദ്ധാരണ അവസാനിപ്പിച്ചു. കുഞ്ഞിനെ സ്നേഹിക്കുന്നത് മാത്രം പോരാ, ആ കുഞ്ഞിൻ്റെ അമ്മയുടെ മനസ്സും മനസ്സിലാക്കണം. പ്രസവശേഷം ഒരു സ്ത്രീക്ക് വേണ്ടത് ഉപദേശങ്ങളെക്കാൾ കൂടുതൽ സ്നേഹവും പിന്തുണയും വിശ്രമവുമാണ്. സ്നേഹത്തിൻ്റെ പേരിൽ ആരുടെയും അവകാശം കവർന്നെടുക്കരുത്. കാരണം യഥാർത്ഥ സ്നേഹം ഒരാളെ സ്വന്തമാക്കുന്നതല്ല, അവൻ്റെ സന്തോഷത്തിന് ഇടം നൽകുന്നതാണ്. എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ അറിയിക്കണേ. മനോഹരമായൊരു കഥയുമായി വീണ്ടും വരാം.